ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ 4 ദിവസമായി വിശദമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി കേസിലും വൈകാതെ അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തും. തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഗുഡ് മോർണിംഗ്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ്. എന്തായാലും മുഴുവനായിട്ടും അന്വേഷണ സംഘം വിട്ടു പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി കഴിയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ റിമാൻഡിലാണ്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക? അപ്പോൾ തെളിവടക്കമുള്ള കാര്യങ്ങൾ ശബരിമലയിലേക്ക് എത്തിച്ചേക്കാമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം. അപ്പോൾ അക്കാര്യങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഇനി എങ്ങനെയാണ് അന്വേഷണത്തിന്റെ ഗതി? ജെസി സേഫു, കഴിഞ്ഞ 4 ദിവസമായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുകയായിരുന്നു SIT. ഇന്ന് ഇയാളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. റാന്നി കോടതിയിൽ ഇയാളെ ഹാജരാക്കും. ഈ കഴിഞ്ഞ 4 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ ഈ നിർണായക വിവരങ്ങൾ ഇയാളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത്തരത്തിൽ ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുക. അത്തരത്തിലായിരിക്കും ഇനി ഇതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഒരു മുൻപോട്ട് പോക്ക്. ഈ കേസിൽ കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. മുൻ ഉദ്യോഗസ്ഥരെയും ഇപ്പോഴുള്ളവരെയും ഒക്കെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഈ SITയുടെ കീഴിലുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ വിവരങ്ങൾ ലഭിച്ചു എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷേ ഈ മുരാരി ബാബുവിൽ നിന്നും മറ്റ് ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുകയാണ്. അവരെ വിളിപ്പിക്കും, ചോദ്യം ചെയ്യും എന്ന വിവരമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ലഭിക്കുന്നത്. കൂടാതെ തന്നെ കട്ടിളപ്പാളി കേസിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ റിമാൻഡിൽ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കൂടാതെ മുരാരി ബാബുവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ടെന്ന വിവരമാണ് ഇന്നും ലഭിക്കുന്നത്. കൂടാതെ ഇനിയും കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം നീളുകയാണ്, ചോദ്യം ചെയ്യൽ നീളുകയാണ്. അതിൽ നിന്ന് എങ്ങോട്ടേക്കാണ് എത്തുക എന്നതിൽ നമുക്ക് ഇപ്പോഴും ഒരു തീർച്ചയില്ല. SITയുടെ അന്വേഷണമായതുകൊണ്ട് തന്നെ നമുക്ക് ആരിലേക്കാണ് ഇത് പോകുന്നത്, എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് കൃത്യമായി പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഉദ്യോഗസ്ഥരിലേക്ക് നീളുകയാണ്. അവിടെ നിന്ന് എങ്ങോട്ട് നീളും എന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ചോദ്യമായിട്ട് മുൻപോട്ട് വെക്കാനുള്ളത്. ജിൽസി സേഫു.